ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മീഷോയിൽ നിന്ന് മേടിച്ച സ്റ്റിച്ചിങ്ങിൻ്റെ കിറ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിത് കിട്ടിയിരിക്കുന്നത് വെറും 100 രൂപയ്ക്കാണ് കേട്ടോ. ഒരു 200 സംതിങ് ഒക്കെയാണ് അതിൻ്റെ അകത്ത് വില കിടക്കുന്നത്. പക്ഷേ നമുക്കത് 100 രൂപയ്ക്ക് ഓഫറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ബോക്സിലാണ് കേട്ടോ അത് വരുന്നത്. ഒരു 2 കമ്പാർട്ട്മെൻറ്റ് മുകളിലുണ്ട്, അതിൻ്റെ താഴേക്ക് കുറച്ച് നൂലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ബിഗിനേഴ്സിനൊക്കെ വളരെ വർത്തായിട്ടുള്ള ഒരു സാധനമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ഒരു കാർഡാണ് കേട്ടോ. ആ കാർഡിൽ അതിൻ്റെ റിവ്യൂ ഒക്കെ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നല്ലതാണെങ്കിൽ റിവ്യൂ കൊടുക്കണം എന്ന് പറഞ്ഞൊരു വാട്സപ്പ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 50 രൂപ ഓഫ് ഓൺലൈൻ സൈറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ 50 രൂപ ഓഫൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ അയച്ചൊന്നുമില്ല. പിന്നെ നമുക്ക് ആദ്യം ഇതിൻ്റെ അകത്തുള്ളത് ഒരു ടേപ്പാണ് കേട്ടോ, മെഷറിങ് ടേപ്പ്. നമുക്ക് എപ്പോഴും അത്യാവശ്യമുള്ളൊരു സാധനമാണല്ലോ മെഷറിങ് ടേപ്പ്. ഇതെൻ്റെ കയ്യിൽ 1-2 ഉണ്ട്. പിന്നെ ഇത് കണ്ടപ്പോൾ ഉള്ളൊരു കൗതുകം കൊണ്ട് മേടിച്ചതാണ്. എന്താണ് ഇതിൻ്റെ അകത്തുനിന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് നമുക്ക് സെൻറ്റിമീറ്ററും ഒരു സൈഡ് ഇഞ്ചുമാണ് വരുന്നത്. നമുക്ക് ഈ ടേപ്പ് എത്ര എണ്ണം ഉണ്ടെങ്കിലും നമുക്ക് അളക്കാൻ നേരത്ത് നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ടേപ്പുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് സൂചിയാണ് കേട്ടോ. നമ്മൾ ഹെമ്മിങ് ഒക്കെ ചെയ്യുന്ന സൂചിയില്ലേ, അങ്ങനത്തെ ഒരു കുറേ സൂചിയുണ്ട് കേട്ടോ. ഒരുപാട് സൂചിയുണ്ട്. അതിൻ്റെ എത്ര നമ്പറെന്ന് നോക്കിയാൽ ഒരു 10-20 എണ്ണം ഉണ്ട് തോന്നുന്നു. 20 നമ്പറുണ്ട്. അതായത് 20 സൂചി അതിൻ്റെ അകത്തുണ്ടെന്ന്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ 10-20 സൂചിയുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ഈ നൂല് കട്ട് ചെയ്യണ സാധനം ഉണ്ടല്ലോ, നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ കത്രികയൊന്നും എടുക്കാനായിട്ട് ബുദ്ധിമുട്ടല്ലേ. അത്രയും കട്ടിയുള്ള സാധനമാകുമ്പോൾ, കനമുള്ള സാധനമാകുമ്പോൾ പാടാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു സാധനം മേടിച്ച് വെച്ചാലും നമുക്ക് നൂല് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ വന്നിട്ടുള്ളത് ഈ നൂല് അഴിക്കുന്ന സാധനം ഉണ്ടല്ലോ, സീം സ്ക്രിപ്പ്, അത് ഒരെണ്ണമുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളൊരു സാധനം കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും ഈ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ മിക്കപ്പോഴും തന്നെ നമുക്ക് അഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതും കൊണ്ട് അഴിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. കട്ട് ചെയ്ത് പോകുന്നത് കാരണം നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് ഒരെണ്ണം മേടിച്ച് വയ്ക്കുന്നത് നന്നായിരിക്കും ബിഗിനേഴ്സ്. പിന്നെ ഇതെന്താണ് സാധനം എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇതിൻ്റെ അകത്ത് ഒരു കത്തിയാണോ എന്തോ, കത്തി പോലെ എന്തോ സംഭവമാണ്. എനിക്കൊന്ന് നമ്മുടെ ബ്ലേഡൊക്കെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുമല്ലോ, അങ്ങനത്തെ സംഭവം എന്താണ് അത്, അതിന് വേണ്ടിയിട്ട് ബ്ലേഡിന് പകരമായിട്ട് വെച്ചേക്കണമെന്ന് തോന്നുന്നു. നൂലൊക്കെ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുമല്ലോ, അങ്ങനത്തെ ഒരു സാധനമാണിത്. അങ്ങനെ അത് ഒരെണ്ണമുണ്ട്. പിന്നെ വന്നിട്ടുള്ളത്, പിന്നെ ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ മൊത്തം തീർന്നു. പിന്നെ ഇനി അതിൻ്റെ അടിയിലായിട്ടൊരു പാർട്ടുണ്ട്. ഒരു ബോക്സിൽ ഇങ്ങനെ 2 പാർട്ടായിട്ട് തിരിച്ചേക്കും കേട്ടോ. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു കള്ളിയിൽ ഇരിക്കുന്നത് ഒരു ചോക്കാണ് കേട്ടോ. ഒറ്റ ചോക്കേ ഉള്ളൂ, അത് ഒരെണ്ണമുണ്ട്. പിന്നെ കുറച്ച് ബട്ടൺസ് വന്നിട്ടുണ്ട്. പല കളറുള്ള കുറച്ച് ബട്ടൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 5-8 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ കൊളുത്തുണ്ടല്ലോ, പാവാടയ്ക്കൊക്കെ വയ്ക്കുന്ന, പട്ടുപാവാടയ്ക്കൊക്കെ വയ്ക്കുന്ന ടൈപ്പ് കൊളുത്തില്ലേ, അതുപോലത്തെ 2 ജോഡി വന്നിട്ടുണ്ട്. 2 എണ്ണം ഉള്ളൂ, 2 അല്ല മൊത്തം 4 എണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ പ്രസ് ബട്ടൺ ഉണ്ട്, 4 പ്രസ് ബട്ടൺ. കുട്ടികളുടെയൊക്കെ ഉടുപ്പിനൊക്കെ നമ്മൾ വയ്ക്കുമല്ലോ പ്രസ് ബട്ടൺ, അതുപോലത്തെ പ്രസ് ബട്ടൺ 4 എണ്ണം വന്നിട്ടുണ്ട്. പിന്നെ പിന്നുണ്ട്. പിന്നെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നാലും പിന്നും അവർ വെച്ചിട്ടുണ്ട്. ഒരു 10-12 പിന്നുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. ഒരു സെറ്റ് പിന്നും വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് കൊളുത്താണ്. ബ്ലൗസിനൊക്കെ വയ്ക്കാൻ പറ്റുന്ന കൊളുത്തുണ്ടല്ലോ, ആ ഒരു ടൈപ്പ് കൊളുത്ത്. ഒരു 5-10 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ 2 വലിയ ബട്ടൺസ് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഉടുപ്പിനൊക്കെ വയ്ക്കായിരിക്കും. മറ്റേ കുട്ടികളുടെ ഉടുപ്പൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ 2 എണ്ണമൊക്കെ വെച്ചാൽ നന്നായിരിക്കും. പിന്നെ 2 സാധാ മെഷീനിൽ ഉപയോഗിക്കുന്ന 2 ബോബിൻ വന്നിട്ടുണ്ട്. പിന്നെ അത് മാറ്റി, ആ ഒരു കമ്പാർട്ട്മെൻറ്റ് മാറ്റി വയ്ക്കുമ്പോൾ പിന്നെ വന്നിട്ടുള്ളത് പേൾ പിന്നാണ് കേട്ടോ. നമ്മുടെ ജോർജറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തയ്ക്കുമ്പോൾ നമുക്കിത് കുത്തി വെച്ചിട്ട് വേണമല്ലോ തയ്ക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് പേൾ പിന്ന് വന്നിട്ടുണ്ട്. നല്ല പേൾ പിന്ന് കേട്ടോ, കുഴപ്പമില്ല, തുരുമ്പൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, നല്ലതാണ്. അപ്പോൾ ഇത് ഓരോന്ന് മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം എപ്പോഴും നമുക്ക് കോട്ടൻ്റെ തുണിയൊന്നും ആയിരിക്കുമല്ലോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കിട്ടുന്നത്.
അപ്പോൾ പല ടൈപ്പുള്ള തുണിയാവുമ്പോൾ നമുക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ്. കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പിൻ കുത്തി വെച്ചിട്ട് തന്നെ ചെയ്യണം. പിന്നെ ഒരു കത്രിക വന്നിട്ടുണ്ട് കേട്ടോ. കത്രിക എന്ന് പറയുമ്പോൾ തീരെ ചെറിയൊരു കത്രികയാണ്. ഇത് നമുക്കധികം ഉപകാരപ്രദമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൂലൊക്കെ കട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക കൈത്തുന്നലൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് നൂലൊക്കെ കട്ട് ചെയ്യണമല്ലോ, അങ്ങനെ കട്ട് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ മെഷീനിൽ അതിൽ വെക്കാനായാലും നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്തെ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നൂലാണ് കേട്ടോ. ഒരു 24 നൂല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ നൂല് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത് തന്നെ. കാരണം നമുക്ക് ഇവിടെ നമ്മുടെ കടകളിലൊക്കെ നമ്മൾ ഓരോന്നോരോന്നായാലും 1 2 ഒക്കെ ആയിട്ടല്ലേ മേടിക്കാൻ പോണത്. ഹോൾസെയിലായിട്ടൊന്നും നമ്മൾ മേടിച്ച് വെക്കത്തില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം വരുമ്പോൾ പോയി മേടിക്കും. അപ്പോൾ അങ്ങനെ മേടിക്കുമ്പോൾ നമുക്ക് 5 രൂപയാണ് ഇവിടെയൊക്കെ നൂലിന് വില. അപ്പോൾ ഒരുമിച്ച് മേടിക്കുകയാണെങ്കിൽ 4.5 ആ ഒരു റേറ്റിനൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതുപോലത്തെ 24 നൂല് മേടിക്കുമ്പോൾ തന്നെ 24 × 5 എന്ന് പറയുമ്പോൾ 120 രൂപയോളം ആവും. അപ്പോൾ ഈ കിറ്റിൻ്റെ വിലേനേക്കാളും കൂടുതലാവും ഈ നൂലിന് തന്നെ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ ആണല്ലോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ലാഭമാണ്. അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാനിത് വാങ്ങിയത് തന്നെ. നല്ല നൂലാട്ടോ, പോളിസ്റ്ററിൻ്റെ നൂലാണ്. പോളിന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. വലിച്ചാലൊന്നും അങ്ങനെ പൊട്ടുന്നില്ല. അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ കളറുകളും അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. വെള്ള, പച്ച, അതുപോലെ തന്നെ നീല, ചുമപ്പ് എല്ലാ നൂലുകളും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ നൂല് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. മറ്റിത്രയും സാധനങ്ങളുണ്ടായിരിക്കുന്നത് ഞാൻ കരുതിയില്ല. വളരെ നല്ലൊരു കിറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിഗിനേഴ്സിനൊക്കെ ഒന്ന് മേടിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അധികം വിലയൊന്നുമില്ലല്ലോ, വെറും 100 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് മേടിച്ച് നോക്കുക കേട്ടോ. ഉള്ളതൊന്ന് നോക്കുക. നല്ല സാധനമാണ്. എനിക്ക് കിട്ടിയത് നല്ലതാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് മേടിച്ച് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.